സുഹൃത്തുക്കളെ, നമ്മളിന്ന് വരക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് കുറച്ച് ജീവികളെയാണ്. കുരങ്ങന്, പൂച്ച, തവള ഇവയൊക്കെയാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. പാമ്പ് ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കള്ളികളൊക്കെ ഇട്ടുകൊണ്ടാണ് നമുക്കത് വരക്കാൻ കഴിയുക. അപ്പോൾ ആ ഓവൽ ഷേപ്പിലുള്ള റൗണ്ടൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ആക്കുക. എന്നിട്ടാണ് നമ്മൾ ആദ്യം ഒരു പൂച്ചനെ വരക്കുക. പൂച്ചനെ വരക്കണമെങ്കിൽ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഒരു ഓവൽ ഷേപ്പ്, ഏകദേശം ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തലയും ബാക്കിയുള്ള ഉടലിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പെൻസിൽ ഡ്രോയിങ്ങിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ ഇറേസ് ചെയ്യാൻ കഴിയും. ഞാനിങ്ങനെ മാർക്കറുണ്ട്, അതിൻ്റെ മായ്ക്കണ ഷീറ്റ് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ പെൻസിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ആദ്യം ഒരു പൂച്ചനെ വരക്കണമെങ്കിൽ ചെയ്യേണ്ടത്. ഇതൊരു കാർട്ടൂൺ ടൈപ്പ് ചിത്രമാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ തന്നെ നോക്കാം. ഏറ്റവും ലളിതമായി പൂച്ചനെ വരക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂച്ചനെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2 റൗണ്ടിൽ നിന്നാണ് നമ്മളിത് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കണ്ണും മൂക്കൊക്കെ വളരെ ഈ കുട്ടികൾക്ക് ഒരു ആകൃഷ്ടമാവുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പൂച്ചനെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പൂച്ചയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ വരക്കാൻ കഴിയും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പൂച്ചയുടെ അതിൻ്റെ രൂപങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരുത്തുക. അതുപോലെ പാലുമൊക്കെ ചെറിയ പുള്ളിയൊക്കെ അല്ലേ പൂച്ച ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പൂച്ചനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇനി വരക്കുന്നത് ഒരു കുരങ്ങനെയാണ്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 റൗണ്ടാണ്, കുറച്ച് വലതു ഭാഗത്തായിട്ടാണ് ഒരു റൗണ്ട് വരച്ചത്. ഇതിൽ നമ്മൾ പൂച്ചനെ വരച്ച പോലെ തന്നെ ആദ്യം മേലെ ഒന്ന് വരച്ചു, പിന്നെ അതുപോലെ താഴെ ഒന്ന് വരച്ചു. ഒരു ഏകദേശം ഒരു 8ൻ്റെ ആകൃതിയിലാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. 8ൻ്റെത് താഴത്തെ റൗണ്ട് കുറച്ച് വലുതായിരിക്കും. ഇത് നേരെ തിരിച്ചാണ്, ഒരു ഓവൽ ഷേപ്പാണ് മേലത്തെ. അപ്പോൾ അതുപോലെ ചെയ്താൽ വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് കുരങ്ങനെ വരക്കാൻ കഴിയും. അപ്പോൾ കുരങ്ങനെ നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലളിതമായ രൂപത്തിൽ ഇത് കുട്ടികൾക്ക് വരച്ച് കൊടുക്കാൻ നമുക്ക് പറ്റും. പൂച്ചനൊക്കെ വരച്ച പോലെ തന്നെ അതേപോലെ അത്രയും ഇടങ്ങാറില്ല ഇപ്പോൾ ഈ കുരങ്ങനെ വരക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വരക്കാൻ പോകുന്നത് ഒരു തവളനെയാണ്. തവള അതിനേക്കാൾ എളുപ്പമാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആ താഴത്തെ റൗണ്ടൊക്കെ ചെറുതാക്കി ചെയ്യുക, ഒന്ന് വണ്ണം കുറച്ച് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റൗണ്ട് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു തവള അങ്ങനെ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്നൊരു ചിത്രമാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ജൂൺ മാസമൊക്കെ വരുമല്ലേ, അപ്പോൾ എന്തായാലും നമുക്കിനി തവളനെയൊക്കെ വരക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ വരും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തവളനെ വരക്കാനുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഈ തവളനെയൊക്കെ വളരെ എളുപ്പമാണ് വരക്കാൻ. ഒരു സൂത്രത്തിൽ നമുക്കൊരു 8ഒക്കെ ഇട്ടുങ്ങാണ്ട് ഇത് വരച്ച് നോക്കാം. ഈ തവളനെയൊക്കെ പിന്നെ കുറേ ആകൃതി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ പക്ഷേ ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. ഇത് വരച്ച് നന്നായിട്ട് പ്രാക്ടീസ് ആയ ശേഷമാണ് നമ്മൾ കുറച്ചും കൂടിയും വേറെ രൂപത്തിലുള്ള തവളനെയൊക്കെ നമ്മൾ പിന്നെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം വളരെ സിമ്പിളായിട്ട് ഇത് വരച്ച് നോക്കുക. കുട്ടികൾക്കുള്ള ഒരു തവളയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് മേഘമൊക്കെ ചെയ്യുക. അതുപോലെ 2 മഴത്തുള്ളികളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരു മഴയത്ത് ഇങ്ങനെ നിൽക്കുന്ന തവളയായി മാറിപ്പോൾ. ഇത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ എസ് ഇട്ടും കണ്ട് നമ്മളൊരു പാമ്പിനെ വരക്കണം.
അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്തണ്ട, നമുക്ക് മായ്ക്കേണ്ട ഒരു അവസ്ഥ ഒന്നും വരുന്നില്ല. പേന കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് വരക്കാം. പാമ്പാണ്, ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ പണം വിടർത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ശരിക്കും കണ്ടാൽ മനസ്സിലാവുന്നത്. അപ്പോൾ വരച്ചതിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് ഇപ്പം നമ്മൾ ഈ വരച്ചു കൊടുക്കുന്നത്, പാമ്പ്. വെറും എസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കിത് വരക്കാം. മലയാളത്തിൽ വേണമെങ്കിൽ ഡാന്നിടുക, അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടും. അതിനേക്കാൾ നല്ലത് എസ് എന്നിട്ടാണ്. എസ് ഇട്ട് വരച്ചാലാണ് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.